ഞാനിപ്പോൾ ഉള്ളത് ഹംസക്കാടൊപ്പമാണ്. ഹംസക്കാട് വീട് എന്നുള്ളത് ഈ അപകടം നടന്നതിന് മീറ്ററുകൾ മാത്രം, ഏതാണ്ട് 10-15 മീറ്ററുകൾ മാത്രം ഇപ്പുറമാണ്. ഈ സംഭവം നടക്കുന്ന സമയത്ത് ഹംസക്ക് ഇവിടെ ഉണ്ട്, ഈ കാഴ്ച ഹംസക്ക് കാണുന്നുണ്ട്. ഈ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു അല്ലേ? എന്താ സംഭവിച്ചാൽ മോനെ കൂട്ടാൻ പോയതാണ്, പേരക്കുട്ടിയെ കൂട്ടാൻ പോയിട്ട് വരുമ്പോഴാണ് സംഭവിക്കുന്നത്. മോനെ കൊണ്ട് കയറ്റിപ്പിട്ട് ഞാൻ അവിടെ നിൽക്കുകയാണ്. ഒരു 10 മീറ്ററിൻ്റെ അടുത്തുള്ള ഗേറ്റിൻ്റെ അടുത്ത് അവിടെ നിൽക്കുമ്പോഴാണ് അവിടുന്ന് ഒലിച്ചിറങ്ങുന്നത്, മണ്ണ് ഒലിച്ച് വരുന്നത്. ആ വണ്ടി വരുന്നുണ്ട്, ബസ്സതിൽ വന്ന് മറ്റേ ലോറി വെള്ളമടിക്കണ ലോറി റോഡ് നടക്കേണ്ട ചളി മാറ്റണ വെള്ളമടിച്ച് മാറ്റാൻ അതും കൂടി ഇറങ്ങി വരുന്ന കണ്ടത്. ആളുകളൊക്കെ ഓടുന്നുണ്ടായിരുന്നു? ആ അവിടെ ഉണ്ടായിരുന്നു, കുറേ പേരുണ്ടായിരുന്നു. കുറേ പേരുണ്ടായിരുന്നു. പിന്നെ ബസ് സ്റ്റാൻഡിൽ കുറേ ആളുണ്ട്. അതിലിപ്പോൾ അർണമലക്കാരാണ് കുറച്ച് ആൾക്കാർ വിട്ടുള്ളത്, അതൊക്കെ കൊണ്ടുപോയി. പിന്നെ മീനാക്ഷി എസ്റ്റേറ്റ് 2 പണിക്കാരുണ്ടായിരുന്നു, ഒരു ഭാര്യ ഭർത്താവും. അവരാണ് ഞാൻ പറഞ്ഞ് ഓടി രക്ഷപ്പെട്ട് വീണ്ടൊക്കെ രക്ഷപ്പെട്ട് പോകുന്നത്. അപ്പം ഞാൻ മറ്റേ വണ്ടിക്കാരുണ്ട്. പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് വണ്ടിയൊക്കെ എത്തിയത്. ആൾക്കാരൊക്കെ എത്തിയപ്പോൾ പിന്നെ റോട്ടിൽ നമുക്ക് ഇറങ്ങാൻ പറ്റാത്തൊരു അവസ്ഥയായി. ഫുൾ ചളിയായിരുന്നു, മണ്ണും ചളിയും തന്നെയായിരുന്നു. പിന്നെ അവരെ പണിശാൻ തന്നെ കുറേ വന്ന് കൊണ്ട് അടിച്ചു നിന്ന് റോഡൊക്കെ ബ്ലോക്കായി, കുറേ വഴി കിടക്കുന്നുണ്ട്. വെള്ളം നല്ല സ്പീഡിലാണ് വന്നത്. അങ്ങനെ മണ്ണൊന്നും അങ്ങോട്ട് ഒഴുകി വരുന്നുണ്ട്. ഇതാകുന്നു. അതിൽ ഈ പുഴയിലൊരു ബസ് കിടക്കുന്നുണ്ടായിരുന്നു, ആ ബസ്സൊക്കെ കണ്ടിരുന്നു? ആ ബസ്സിൻ്റെ ബസ് അവിടെ നിർത്തിയിട്ട് തന്നെ ഞാൻ അവിടുന്ന് കയറി വരുമ്പോൾ ബസ് നിർത്തിയിട്ടേക്ക് അവിടെ. അതിന് ആളൊക്കെ ഇറക്കിയിട്ട് ബസ് നിർത്തിയിട്ടാണ്, പണിക്കാരെ കൊണ്ട് ഇറക്കി നിർത്തിയിട്ടാണ്. പിന്നെ ഇവിടത്തിൻ്റെ ആശാണ് ബസ്സൊക്കെ അടിച്ച് വരുന്നത് കാണുന്നത്. ഈ ബസ്സിൽ ആളുണ്ടായിരുന്നില്ല? ഇല്ല, ബസ്സിൽ ആൾ നിർത്തിയിട്ട് ഉണ്ട്. ഡ്രൈവർ അങ്ങനെ ആരെങ്കിലും? ഡ്രൈവറെ ഞാൻ കണ്ടിട്ടില്ല. ഇല്ല, ബസ്സിൽ ആരും ഉണ്ടായിരുന്നില്ല? ഇല്ല. ചളിയോടുകൂടി ബസ് അടിച്ച് വരിക, മറിഞ്ഞ് വന്നിട്ടാണ് പുഴയ്ക്ക് വന്ന് ചാടുന്നത്. പുഴയ്ക്ക് ചാടനൊക്കെ നോക്കി നിൽക്കുക. അങ്ങനെ ആ പെണ്ണുങ്ങൾ അവിടെ നിന്ന് കരഞ്ഞ് പിടിച്ച് വന്ന് ഉള്ളിൽ പോകാൻ പറഞ്ഞു. ഞാൻ സംഭവം ഉണ്ടാക്കും അപ്പുറത്ത് പോയി ഏട്ടാണ്ട് പോയി. ഈ തൊട്ടപ്പുറത്തെ വീട്ടിലൊക്കെ ആൾക്കാരുണ്ടായിരുന്നു? ഒരു വീടിൻ്റെ ഒരു ആ വീടിനെ പോയി അവരോ പിന്നെ വല്ല മരുമകനും മോളും ഉണ്ടായിരുന്നു, ഒരു കുഞ്ഞും ഉണ്ടായിരുന്നു. കുഞ്ഞ് ബാത്റൂമിൽ പെട്ട് എന്നാ പറഞ്ഞത്, അത് നമ്മൾ കണ്ടില്ല. ഒരാൾ പറഞ്ഞു കേട്ടാൽ അവരപ്പം ഇങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. പിന്നെ വല്ല കണ്ടില്ല, വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത്. അപകടം ഉണ്ടാകുമ്പോഴേക്കും അവരോട് രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ ഈ മണ്ണിടിയൊക്കെ സംഭവിച്ചതിന് മുമ്പ് ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പേടിയോ ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു? ഇവിടെ അങ്ങനത്തെ മണ്ണിടിച്ചിൽ ഉണ്ടായില്ല. ഇതിനു മുമ്പ് ഇല്ല. അവൻ ചൂരാന്മേല ഉണ്ടായിരുന്നു. ചൂരാന്മേല ഉണ്ടായി. മുണ്ടക്കായി പൊട്ടുമ്പോഴും ഞാൻ അവിടെ പോയ ആളാണ്, മുണ്ടക്കായി സ്ഥലത്തൊക്കെ പോയ ആളാണ്. ഉരുൾ പൊട്ടുമ്പോൾ ഇപ്പം നമ്മളെ വീട് എന്ന് പറയുന്നത് അപകടം നടന്നതിൻ്റെ തൊട്ടടുത്താണ്. തൊട്ടടുത്ത് തന്നെ. ഈ വീട് കഴിഞ്ഞിട്ട് വേണം മറ്റുള്ള സ്ഥലത്തേക്കൊക്കെ പോകണം. ഇതാണ് നമ്മളെ ഫസ്റ്റ് അതിര് വീടിൻ്റെ. ഇങ്ങോട്ടേക്കൊന്നും മണ്ണ് വന്നിട്ടില്ല. ഇത് വന്നില്ല, എന്തോ ഒരു ഭാഗ്യത്തിന് ഇങ്ങോട്ടൊന്നും എത്തിയിട്ടില്ല. നമ്മളെ വഴിയൊക്കെ അടഞ്ഞുപോയി. അടഞ്ഞു പോയി. അത് ഓരോന്ന് ഇപ്പോൾ ACB മണ്ണ് എടുക്കുന്നുണ്ട്. അവിടുന്ന് 2-3 ആളെ കിട്ടിയിട്ടുണ്ട്, മരിച്ചാളെ കിട്ടിയിട്ടുണ്ട്. പിന്നെ പോയിൻ്റെ വയസ്സിൽ ഒരാൾ കിട്ടിയിട്ടുണ്ട്. 3-4 ആളെ ഇവിടെ തന്നെ എടുത്തിട്ടുണ്ട്. അവർ 3 ആളായിട്ട് എടുത്തത്. ഇന്ന് പണി നടക്കുന്ന ദിവസമല്ല എന്ന് പറയുന്നു. അപ്പോൾ പണിസ്ഥലത്ത് ആളുകളില്ലെങ്കിലും ബാക്കി പരിസരങ്ങളിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ആൾക്കാരൊക്കെ കുറേ ഉണ്ടാവും. പണിക്കാരില്ല. പണിക്കാർ ഇത് നിർത്തിവെച്ചിട്ട് 2 ആഴ്ച കഴിഞ്ഞിരിക്കണം. മണ്ണിൻ്റെ പണിക്കാരെ നിർത്തിവെച്ചിട്ട് മറ്റുള്ള പണിക്കാർ ഉണ്ട്. ഈ പ്ലാസ്റ്റിക് വിരിക്കണേ, മണ്ണിൻ്റെ മേലെ പ്ലാസ്റ്റിക് വിരിക്കണേ, വെള്ളം ഒഴിവാക്കണേ, അങ്ങനെയുള്ള അത് മുകളിലാട്ടോ പണിക്കാർ ഉള്ളത്. ഏറ്റവും മുകളിൽ അവരിന്നും പണിയെടുത്തു. ഇന്നും കണ്ടിരുന്നു അവർ. ഇന്ന് വാട ബസ്സിൽ കൊണ്ടു ഇറക്കുന്നത് കള്ളാടിയാണ് ഒരു താമസത്തിൽ. അവിടുന്ന് ആൾ വരുന്നുണ്ട്, ആളൊക്കെ വരുന്നുണ്ട്. എനിക്കറിയാൻ 10-30 ആളുണ്ടെന്ന് അവിടെ. ഇന്നും അവരെ അങ്ങനെ ബസ്സിൽ കൊണ്ടുപോയി ഇറക്കിയിരുന്നു? ഇറക്കിയിരുന്നു. ബസ്സിൽ കൊണ്ട് ഇറക്കി ബസ്സാണ് നിർത്തിയിട്ട് ബസ്സാണ്. ഓള് മാപ്പാണെന്നൊക്കെ ഇവർ കൊണ്ടുവരണം, ആളെ കൊണ്ടുവരണം. താമസ സ്ഥലത്ത് നിന്നൊക്കെ തന്നെ ആളെ കൊണ്ടുവരണം. 1-2 ആഴ്ച ആയിട്ട് കൊണ്ടുവരുന്നില്ല. മണ്ണിൻ്റെ പണിക്കാരൊന്നും വരുന്നില്ല. ലോറിക്കാർ ഡ്രൈവർമാരൊക്കെ നാട്ടിൽ പോയി. കുറേ അറിയുന്ന കുറേ ആൾക്കാരുണ്ട് അവർ. ഇവരുടെ ക്യാമ്പുകളൊക്കെ ഇവിടെയാണല്ലോ, താമസ സ്ഥലമൊക്കെ ഇവിടെയാണല്ലോ ഈ തൊഴിലാളികൾ. അതിലൊക്കെ കുറേ പേരുണ്ടോ? അതിലൊക്കെ കുറേ പേരുണ്ട്. നമ്മളെ എസ്റ്റേറ്റ് പാടി ഇങ്ങനെ കിട്ടിയിട്ടിരിക്കല്ലേ. എല്ലാവർക്കും ഓരോ കുടുംബമുണ്ട്. ഫാമിലി ആയിട്ടല്ല, ഫാമിലി കണ്ടില്ല. തുടക്കത്തിൽ ആ വീട് കെട്ടുമ്പോൾ ഫാമിലി ആയിട്ടാണ് കിട്ടിയെന്ന്. അവർ ഫാമിലി നടക്കാൻ. ഇപ്പോൾ ഫാമിലിയൊന്നും ഇല്ല തോന്നുന്നു. ഇപ്പോൾ അവർ തൊഴിലാളി മാത്രം. അത് കുറേ പേരുണ്ടോ ഈ ക്യാമ്പ്? കുറേ ഉണ്ട്. ഇവിടെയും ക്യാമ്പുണ്ടൊന്ന്. ഒരു ക്യാമ്പ് തന്നെ ഇവിടെയും നല്ലൊരു 3-4-5 വീട് ഇവിടെ ഉണ്ട്. ഇതിലാണ് ആ മണ്ണിട്ട് കിണതാ. അത് അങ്ങോട്ട് പോയാൽ 4-5 വീടുണ്ട്. അവിടെ ഉണ്ട് പണിക്കാരൻ്റെ ഒക്കെ പോയിക്കണം, നാട്ടിൽ പോയിക്കണം. അവർ കംപ്ലീറ്റ് നാട്ടിൽ പോയിക്കണം. അപ്പോൾ ഈ ചില്ലറ പണിക്കാർ മാത്രമേ ഇവിടെ നിൽക്കണുള്ളൂ. ഈ പാറ പൊട്ടിക്കണ അങ്ങനെ മണ്ണ് കുറേ ഈ ക്യാമ്പിൻ്റെ ഒക്കെ മുകളിലേക്ക് വന്ന് വീണിട്ടുണ്ടല്ലോ. അവിടെയൊക്കെ ആളുകൾ ഉണ്ടായിരുന്നു, അറിയാവോ? അതിലാളുകളൊക്കെ നാട്ടിൽ പോയതാണ്. മണ്ണിൻ്റെ പണിക്കാരൊക്കെ പോയതാണ്. മണ്ണിൻ്റെ പണിക്കാരൊന്നുമില്ല. ഇപ്പോൾ ഇവിടെ കള്ളാടി എന്ന് പറഞ്ഞ് അവിടെ കുറച്ച് ആൾക്കാരുണ്ട്. പിന്നെ ഇവിടെയും കുറച്ച് ആൾക്കാരുണ്ട്.
പിന്നെ പുറത്തുനിന്ന് അവിടെ നിന്നാണ് കുറച്ച് ആൾക്കാർ വരുന്നത്. പിന്നെ അവിടുന്ന് ആൾക്കാർ വരുന്നില്ല. അവർ ബസ്സുണ്ട് കൊണ്ടുപോയി. ഈ ബസ്സാണ് ഇവിടെ കിടക്കുന്നത്. ആളെ കൊണ്ടുപോകണ ബസ്സാണ് ഇവിടെ ഉള്ളത്. ഈ ഇത് ചൂരൽമലയിലേക്കുള്ള ഒരു വഴിയാണല്ലോ, 900 കണ്ടിയിലേക്ക് പോകുന്നതും ഈ വഴിയാണല്ലോ. അപ്പൊ അങ്ങനെ ഏതെങ്കിലും വാഹനങ്ങളൊക്കെ അകപ്പെട്ടിട്ടുണ്ടോ? ആരും വന്നില്ല. ഞാൻ അവിടെ നിൽക്കുമ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ അവിടെ നിന്നും വാഹനം വന്നില്ല, ഇവിടെ നിന്നും വാഹനം വന്നില്ല. 2 സ്ഥലത്തും വാഹനം വന്നില്ല. നോക്കുമ്പോൾ ആ സമയത്ത് വാഹനം വന്നില്ല. ആകെ ബസ് മാത്രമാണ് ഉണ്ടായിരുന്നത്. ആ ബസ് മാത്രം. അത് നിർത്തിയിട്ടായിരിക്കും, അതിൽ ആളുണ്ടായിരുന്നില്ല. അവരെ വണ്ടികളുണ്ടായിരുന്നു അവിടെ. മണ്ണിൻ്റെ അടി കമ്പനിയുടെ വണ്ടി ഉണ്ടായിരുന്നു. ആ കമ്പനിയുടെ വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു അവിടെ. ഇതിന്റെ അടുത്തൊക്കെ ആൾക്കാരും വണ്ടിക്കകത്തൊക്കെ ആൾക്കാരുണ്ട്. ആൾക്കാർ അവിടെ ഒരു ഈ പഞ്ച് ചെയ്യുന്ന സ്ഥലമുണ്ട്. അവിടെ എന്താ സ്ഥലത്തിൻ്റെ പേര് എനിക്കറിയില്ല. പഞ്ച് ചെയ്യുന്ന സ്ഥലത്തൊക്കെ ആളുണ്ട്. അവിടെ ആൾ ഇഷ്ടംപോലുണ്ട്. അവിടെ ഉദ്യോഗസ്ഥന്മാരൊക്കെ എവിടെയാണുള്ളത്? ഉദ്യോഗസ്ഥന്മാർ ഒന്ന് ഒക്കെ മേപ്പാടി താമസം. ഇവിടെയുണ്ടോ അവർ? ഇവിടെ ഉദ്യോഗസ്ഥന്മാരും ഞാൻ കണ്ടില്ല. അവിടെ നിന്ന് വരല. അവർക്ക് വേറെ ആയിട്ടുള്ള വണ്ടിയുണ്ട്. ആ വണ്ടിയിൽ വരലാണ് അവർ. എന്തായാലും ഇങ്ങോട്ടേക്കൊന്നും മണ്ണ് വരാത്ത ആശ്വാസം അല്ലേ? നമ്മളെ ഭാഗ്യം. അതിന് ചുമരൊക്കെ ഒന്ന് കുലുങ്ങി ആ സമയത്ത് നമ്മളെ പെണ്ണുങ്ങൾ ഓടി പുറത്തിറങ്ങി. പെണ്ണുങ്ങളും നമ്മളെ കുട്ടികളൊക്കെ ഉണ്ടായി. അപ്പുറത്തെ ഓലൊക്കെ പോയി ഓടി പുറത്തിറങ്ങി. പെണ്ണുങ്ങൾ കരച്ചിലൊക്കെ തുടങ്ങി. ഞാൻ ഭക്ഷണം കണ്ട ഉള്ളിലേക്ക് കയറിയായിരുന്നു. അത് പൊട്ട് കാണുന്നുണ്ട്. ഇതപ്പെടുന്ന കാണാം കുലുങ്ങിനെ ആകണ്ട. ഈ അപ്പുറത്തെ വീട്ടിലുള്ളവരൊക്കെ ഉമ്രക്ക് പോയിരിക്കുന്നു അല്ലേ? 2-3 ഉമ്മർക്ക് പോയി. ഭാര്യയും ഭർത്താവും ഒക്കെ ഉമ്മർക്ക് പോയി. കുട്ടികൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഒരു പേരക്കുട്ടി, പിന്നെ ഒരു മോള്, മൂത്ത മോള്, ഒരു കുട്ടി, ഉള്ള ഭർത്താവ്. അവർ ആശുപത്രിയിലോട്ട് മാറ്റി. അറിയാം അവരെ? എവിടെ പോയി ഞാൻ അറിയില്ല. അവരവിടുന്ന് അപ്പം തന്നെ വിട്ടിട്ടുണ്ട്. സാള് വിട്ടിട്ടുണ്ട്. എങ്ങോട്ടാണ് മാറ്റിക്കുന്നത് നമ്മൾ അറിയില്ല. പിന്നെ അത് അന്വേഷിക്കാൻ സമയം കിട്ടില്ല. കോടി പച്ചിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടലും ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് അതിനെപ്പറ്റി കിട്ടിയില്ല.